بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കട്ടെ. നമ്മളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 226 സൂറത്തുൻ നസ്റാണ് എടുക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന സൂറത്ത്. ഇത് 3 ആയത്തുകളെ ഇതിലുള്ളൂ. ഇത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു പ്രവചനം നടത്തുന്നുണ്ട് ഈ സൂറത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മക്ക ഫത്തഹ്, മക്ക ഇസ്ലാമിൻ്റെ വിജയം. മക്ക ഫത്തഹാവുക എന്ന് പറഞ്ഞാൽ മക്ക ഇസ്ലാമിൻ്റെ നാടായി മാറും. ഇതുവരെ ശത്രുക്കളെ ആക്രമിച്ചിട്ടും ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ജീവിച്ചതാണ് മുഅ്മിനീങ്ങളും റസൂലും മുഅ്മിനീങ്ങളും അവിടെ. ഇപ്പോൾ അത് ഫത്തഹാവും എന്നുള്ള ഒരു പ്രവചനമാണ് ഈ സൂറത്തിൽ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിൽക്കാലത്ത് ആ പ്രവചനം ശരിയായി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശക്തിയായ ഒരു തെളിവായി കൊണ്ട് ആ പ്രവചനം നടപ്പിൽ വരികയും ചെയ്യും. ഇതാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3 ആയത്തുകളെ ഉള്ളൂ. ആ 3 ആയത്തുകളും ഞാൻ ഒറ്റവാക്ക് അർത്ഥവും പറയാം, അതിൻ്റെ വിശദീകരണവും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഒന്നാമത്തെ ആയത്ത്. ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിൻ്റെ സഹായം വന്നെത്തിക്കഴിഞ്ഞാൽ. വൽ ഫത്ഹ്, ഫത്ഹും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ മക്ക ഫത്ഹാവുക, അത് എത്തിക്കഴിഞ്ഞാൽ. ഇതിൻ്റെ തഫ്സീറിൽ അൽ ഖിത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുഹു റബ്ബുഹു ബിന്നിഅമതി വൽ ഫദ്ലി അലൈഹി വഅലാ സായിരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൽ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ചെയ്ത നിഅമത്തുകളെ പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇദാ നസറക്കല്ലാഹു യാ മുഹമ്മദ് അലാ ഇബാദിഹി. അല്ലയോ പ്രവാചകരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, ശത്രുക്കൾക്കെതിരായിട്ട് നബിയെ അള്ളാഹു സഹായിച്ചാൽ. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ ആകമാനം നബിയുടെ ശത്രുക്കളായി മാറിയില്ലേ. നബിക്ക് റിസാലത്ത് കിട്ടിയ അന്ന് മുതൽക്ക് ശത്രുത വളരെയധികം അങ്ങേയറ്റത്തോളം എത്തുകയും ചെയ്തു. ശത്രുത കാരണം നബിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സ്ഥിതിയിലെത്തി. എന്തിനധികം പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി അവർ വീട് വളർന്നു. അങ്ങനെ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടാണല്ലോ ഹിജ്റ ഉണ്ടായത്. അപ്പം അതുവരേക്കും ഈ ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ ദൗത്യം അല്ലാഹു ഏൽപ്പിക്കുന്നവരെ, അത് ആ പ്രവാചകത്വം ലഭിക്കുന്നത് വരെ വളരെ നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞാൽ നബി നല്ല മനുഷ്യൻ തന്നെ. പക്ഷെ അവരെ അംഗീകരിച്ചിട്ട് അവരുടെ അംഗീകാരം സ്നേഹവും ഇതൊക്കെ ഉണ്ടായിരുന്നു നബിക്ക്. ഈ പുതിയ മതത്തെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഈ ദൗത്യം, ദൈവത്വം, ഇത് നബിക്ക് ലഭിച്ച അന്ന് മുതൽക്ക് ശത്രുതയാണ്. ശത്രുക്കളിൽ പ്രധാനികൾ ആരൊക്കെ? അബൂലഹബ്, നബിയുടെ ഉപ്പാടെ ജ്യേഷ്ഠനാണ്.
പിന്നെ വലീദ് ബിൻ മുഗീറ, അബൂജഹൽ, ഇങ്ങനെയുള്ള നേതാക്കളുടെ കീഴിലായിട്ട് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു റസൂൽ. അപ്പൊ ആ ശത്രുക്കൾക്കെതിരായിട്ട് നബിയെ അള്ളാഹു സഹായിക്കുക. ഈ സഹായം വന്നു കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മക്ക എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളുടെ മാതാവ് എന്നാണ് അതിനൊരു പേരുള്ളത്, ഉമ്മുൽ ഖുറ. ആ ഉമ്മുൽ ഖുറ എന്ന ആ സ്ഥാനപ്പേരുള്ള മക്ക ഫതഹാവുകയും ചെയ്താൽ എന്നാണ്. അത് ഫതഹായിട്ടില്ല, ഇത് പ്രവചനമാണ്. മക്ക ഫതഹ് അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള സൂചനയാണ്. അപ്പൊ ഇങ്ങനെ ഈ മക്കം ഫതഹാവുന്നതിനെ പറ്റിയുള്ള ഈ പ്രസ്താവന, ഇത് ഗൈബ് കൊണ്ടുള്ള പ്രസ്താവനയാണ്, അദൃശ്യമായ കാര്യം, അത് പ്രവചനമാണ്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇത് പ്രവാചകത്വം ഉള്ളവർക്ക് ഇത് പറയാൻ കഴിയുള്ളൂ എന്നർത്ഥം. നബിയുടെ പ്രവാചകത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ഈ മക്ക ഫതഹിനെ സംബന്ധിച്ച് പ്രവചിക്കുകയും ആ പ്രവചനം ശരിക്കും 100% അത് നടപ്പിൽ വരികയും ചെയ്ത ഈ സംഭവം നബിയുടെ പ്രവാചകത്വത്തിന് വലിയ ഒരു തെളിവാണ്. അപ്പോൾ ഇതാ നസ്റുല്ലാ വൽ ഫതഹ്, അള്ളാഹിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫതഹ് മക്ക ഫതഹും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാണ് ഇപ്പോൾ ആയത്തിൽ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ആയത്ത് റഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, റഅയ്തന്നാസ ജനങ്ങളെ നീ കണ്ടു കഴിഞ്ഞാൽ, ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നവരായിട്ട്, ഫീ ദീനില്ലാഹി അള്ളാഹുവിൻ്റെ മതത്തിൽ. അള്ളാഹുവിൻ്റെ മതം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ. അഫ്വാജ സംഘങ്ങളായിട്ട് പ്രവേശിക്കുന്നതെന്ന് ആയിക്കഴിഞ്ഞാൽ, മക്ക ഫതഹ് ഉണ്ടായപ്പോൾ അറേബ്യയിൽ അറബികൾ സംഘമായിട്ടാണ് നബിയുടെ അടുത്തേക്ക് വന്നത് ഇസ്ലാം മതം വിശ്വസിക്കാനായി. അറേബ്യയിൽ ഉണ്ടായ സംഭവമാണ്. കാരണം സംഘങ്ങളായി വരുമ്പോൾ അവർക്ക് നിർഭയം വരാം. കുറച്ചു മുമ്പ് എങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. എല്ലാവരെയും ഭയപ്പെട്ടുകൊണ്ട് ആണ് അവിടെ ഒരാൾ ദീനിൽ വരുന്നത് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞിട്ടുമാണ്. കാരണം ശത്രുക്കൾ അറിഞ്ഞാൽ ആക്രമിക്കും. എത്രയോ മോമിനീങ്ങൾ സഹാബത്തൊക്കെ എത്രയോ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മർദ്ദനങ്ങൾക്കൊക്കെ വിധേയരായിട്ടായിരുന്നു അവരവിടെ കഴിഞ്ഞിരുന്നത്. അത് മക്ക ഫതഹോടുകൂടി അതെല്ലാം പോയി. എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമായി. അതാണ് മക്ക ഫതഹ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഈ നിലയ്ക്ക് ജനങ്ങൾ സംഘങ്ങളായിട്ട് വരികയാണ്. അവിടെ ഒരു യുദ്ധം നടക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരു നിർബന്ധിത ഒരു അവസ്ഥ നടക്കുന്നില്ല, ആരും നിർബന്ധിക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ കണ്ട് സ്വന്തം ഇഷ്ടത്തിൻ്റെ അറബികൾ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരും. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാം. അപ്പം അങ്ങനെ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാം ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് സംഘങ്ങളായിട്ട് പ്രവേശിക്കുന്നതും നീ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് വേണ്ടത്? ഫസബ്ബിഹ്, നീ അല്ലാഹുവിനെ ബിഹംദി റബ്ബിക, ഫസബ്ബിഹ് നീ പ്രകീർത്തിക്കുക അല്ലാഹുവിനെ, ബിഹംദി റബ്ബിക നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കും. അപ്പം അള്ളാഹുവിൻ്റെ അളമത്ത്, അള്ളാഹുവിൻ്റെ
സബ്ബിഹ് റബ്ബക്ക, നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിക്കുക. വഅല്ലിംഹു, അവന്റെ അളമത്ത് നീ പറയാം. അത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടെ ഈ ഇത്തരം നിയമത്തുകളൊക്കെ അള്ള ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അപ്പം ആയതുകൊണ്ട് നിയമത്തിന് നന്ദിയായിട്ടും അള്ളാഹു സഹായം ചെയ്തു തന്ന ശത്രുക്കൾക്ക് എതിരായിക്കൊണ്ട് തങ്ങൾക്ക് സഹായം ചെയ്തു തന്നു. പിന്നെ മക്കം ഫത്തഹാക്കി തന്നു. അപ്പോൾ അതിന് ശുക്ർ ചെയ്യാം അള്ളാഹുവിൻ്റെ അലമത്ത്, മഹത്വം, അള്ളാഹുവിന് പ്രകീർത്തനം നടത്താം, തസ്ബീഹ് ചൊല്ലുക, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ സഹായം, മക്ക ഫതഹ്, പിന്നെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് സംഘങ്ങളായിട്ട് വരിക, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അവനെ ഹംദ് ചെയ്യുക, അവന് ശുക്ർ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് വസ്തഗ്ഫിറുഹു, ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, മാപ്പപേക്ഷിക്കുക, പൊറുക്കലിന്, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കുക. അപ്പം ആർക്ക് വേണ്ടി? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, നബിക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി. നബിക്ക് പാപങ്ങളില്ലല്ലോ, പാപമോചനത്തിന് വേണ്ടി നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി 100 പ്രാവശ്യം ഡെയിലി ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. പാപമോചനത്തിന് അള്ളാഹുവിനോട് അപേക്ഷിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത് റസൂല് തെറ്റ് ചെയ്തിട്ടല്ല, പിന്നെ പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. പിന്നെ അത് ഇബാദത്താണ്. അള്ളാഹുവിനോട് എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ തെറ്റൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കലല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. റസൂല് ചെയ്യുകയാണെങ്കിലും ആര് ചെയ്യുകയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവിടെ തെറ്റ് ചെയ്തിട്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുള്ളത് അങ്ങനെ കണക്കില്ല. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുക, അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുക. ഇന്നഹു കാന തവ്വാബാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ്, തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ 3 ആയത്തുകളാണ്. ഈ 3 ആയത്തുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവായിട്ടാണ് കാണാനുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.